പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക, വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തി. ഈ കഴിഞ്ഞുപോയ ഡിസംബർ 5-നാണല്ലോ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ തിയേറ്ററുകളിലെത്തിയത്. ചിത്രത്തിന്റെ 24-ാം ദിവസമാണെന്ന്. 24 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കളങ്കാവൽ സിനിമയുടെ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ ഇടുമ്പോൾ ചില കമന്റുകൾ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു സിനിമയുടെ ഷോ കൗണ്ടുകൾ കുറവല്ലേ, എന്നിട്ടും എന്തിനാണ് ഈ ഒരു സിനിമ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ശരിയാണ്, കളങ്കാവൽ എന്ന സിനിമയുടെ 20 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഷോ കൗണ്ടുകൾ കുറഞ്ഞിരുന്നു. കാരണം ക്രിസ്മസ് റിലീസായിട്ട് മറ്റു ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തി. ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ 130 ഷോകളാണ് ഒരു ദിവസം ചിത്രം കളിക്കുന്നത്. എന്നാൽ 24-ാം ദിവസവും ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ ചിത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർ എത്തുന്നുണ്ട്. കളങ്കാവലിന്റെ 24-ാം ദിവസമായ ഇന്ന് കൊച്ചി നഗരത്തിൽ മാത്രം 10 സെന്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 10 ഷോകളാണ് ചിത്രം ഇന്ന് കൊച്ചി നഗരത്തിൽ കളിക്കാനുള്ളത്. അതിൽ 5 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. 24-ാം ദിവസം പിന്നിടാൻ ഒരുങ്ങുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഇതിനോടകം തന്നെ 21,380 ഷോകളാണ് ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓഡിയൻസായി 24 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 19,38,168 പ്രേക്ഷകരാണ് ചിത്രം കാണാൻ വേണ്ടി ട്രാക്കിങ്ങിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റിലൂടെ ഓഡിയൻസായി ലഭിച്ചിരിക്കുന്നത്. 23 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 36,76,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 7 കോടിക്ക് മുകളിലും ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും 40 കോടിക്ക് മുകളിലും ചിത്രം സ്വന്തമാക്കി. ഏകദേശം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം, ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 23 ദിവസങ്ങൾ കൊണ്ട് 83,76,00,000 രൂപയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെ ഇതിനോടകം തന്നെ കളങ്കാവൽ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. പ്രേക്ഷകർ കണ്ട തിയേറ്ററിന്റെ പേര് കൂടി താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.